നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബ്രിട്ടൻ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം പ്രധാനമന്ത്രിയും രാജകുമാരനും ആരോഗ്യമന്ത്രിയും എല്ലാവർക്കും കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇറ്റലിയും സ്പെയിനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി എന്നോണം മരിച്ചു വീഴുന്നതായാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബ്രിട്ടനിലും സാധാരണക്കാർ മുതൽ ഭരണാധികാരികൾ വരെ കോവിഡിന്റെ കൈപ്പിടിയിലാണെന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ലോകത്തിന്റെ ആ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാവുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ COVID-19 സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇക്കാര്യം അദ്ദേഹം തന്നെയാണ് അറിയിച്ചത്. ഔദ്യോഗിക വസതിയിൽ സ്വയം നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അദ്ദേഹം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നിൽ നേരിയ ലക്ഷണങ്ങൾ കണ്ടിരുന്നുവെന്നും ഇതിനെ തുടർന്ന് നടത്തിയ ടെസ്റ്റിൽ കൊറോണ വൈറസ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ വീട്ടിലിരുന്ന സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും താൻ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട്. ബ്രിട്ടനിലെ ചാൾസ് കുമാരനും COVID-19 സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ വന്ന വാർത്തയിൽ നിന്ന് വ്യക്തമായത്. ഇക്കാര്യം ബ്രിട്ടീഷ് രാജകുടുംബം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വീട്ടിൽ ഐസൊലേഷനിൽ കഴിയുകയാണ് ചാൾസ് രാജകുമാരൻ. പ്രിൻസ് ഓഫ് വെയിൻസും ബ്രിട്ടനിലെ അടുത്ത കിരീടാവകാശിയുമാണ് ചാൾസ് രാജകുമാരൻ. ക്ലാരൻസ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ചാൾസ് രാജകുമാരന്റെ COVID-19 സ്ഥിരീകരിച്ചതായി വ്യക്തമാക്കിയത്. ചാൾസ് രാജകുമാരൻ കോവിഡിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് കൊട്ടാരം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. 71കാരനാണ് ചാൾസ് രാജകുമാരൻ. ഭാര്യ കമീലയ്ക്ക് 72 വയസ്സാണ് ഉള്ളത്. സ്കോട്ട്ലാൻഡിലെ നാഷണൽ ഹെൽത്ത് സർവീസിലാണ് ഇരുവരെയും കോവിഡ് പരിശോധന നടത്തിയത്. അതേസമയം എലിസബത്ത് രാജ്ഞി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് മാറ്റിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കൊട്ടാരം ജീവനക്കാരിൽ ഒരാൾക്ക് COVID-19 സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് രാജ്ഞിയെ സുരക്ഷിതരാക്കിയത്. ബ്രിട്ടീഷ് ആരോഗ്യ ഉപമന്ത്രി നാദിൻ ഡോറിസിന് കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി രാജ്യം ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാദിൻ എന്ന 62 വയസ്സുകാരി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പാർലമെന്റ് അംഗങ്ങളുമായി ഇടപഴകിയിരുന്നു. ജനങ്ങളുമായും അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാത്രി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലും ഇവർ എത്തിയിരുന്നു. ചില പൊതുപരിപാടികളിലും പങ്കെടുത്തുവെന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ഉടൻ തന്നെ നാദിൻ വീട്ടിൽ തന്നെ കഴിയുകയാണ്. വീട്ടിലുള്ള 84 വയസ്സുള്ള ഇവരുടെ അമ്മയ്ക്കും രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മന്ത്രിയുമായി അടുത്ത് ഇടപഴകിയ MP-മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെയെല്ലാം നിരീക്ഷണത്തിൽ കഴിഞ്ഞു. MP-മാരിൽ ചിലർ സ്വമേധയാ 14 ദിവസത്തേക്ക് സംസർഗ വിലക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നാദിയുമായി അടുത്ത് ഇടപഴകിയിട്ടില്ല എന്നും അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളൊന്നുമില്ല എന്നും തന്നെയാണ് ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ ആ വാദങ്ങളെ തള്ളിയാണ് ഇന്ന് അദ്ദേഹത്തിനും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ജനപ്രതിനിധി സഭയിലെ ചോദ്യോത്തരവേളയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ബോറിസിന് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതെന്ന് വക്താവ് അറിയിക്കുകയും ചെയ്തു. എലിസബത്ത് രാജ്ഞി മാർച്ച് 11-ാം തീയതി ബോറിസ് ജോൺസണുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ രാജ്ഞിയുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉചിതമായ എല്ലാ ഉപദേശങ്ങളും പാലിക്കുകയാണെന്ന് ബക്കിംഗ്ഹാം പാലസ് ആണ് വ്യക്തമാക്കിയത്. എത്ര പേർ പ്രധാനമന്ത്രിയുമായി അടുത്ത് ഇടപഴകിയെന്ന് ഇതുവരെ വ്യക്തമല്ല. അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും പലരും ജോൺസണുമായി സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. അതിനാൽ എത്ര സ്റ്റാഫുകളും മുതിർന്ന മന്ത്രിമാരും ഐസൊലേഷനിൽ കഴിയേണ്ടി വരുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ബോറിസ് ജോൺസന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.